ആ പ്രളയജലം എന്റെ പ്രിയപ്പെട്ടവളുടെ തലയ്ക്ക് മുകളിൽ വന്നപ്പോൾ എനിക്ക് വീടിന്റെ കട്ടളയിൽ നിന്നും പുറത്തേക്ക് കടക്കുവാൻ വയ്യാത്ത ഒരു സാഹചര്യം ഉണ്ടായപ്പോൾ, പ്രിയപ്പെട്ടവരെ, തലയ്ക്ക് മീതെ പ്രളയജലം വന്നപ്പോൾ അതുക്കും മീതെ തോണി തുഴഞ്ഞ ഒരു പ്രദേശത്തിന്റെ പ്രതിനിധിയായി നിങ്ങളുടെ മുമ്പിൽ സംസാരിക്കുമ്പോൾ അക്ഷരാർത്ഥത്തിൽ ജീവിതത്തിൽ അനുഭവിച്ചു പോയ ദുരന്തങ്ങളുടെ നേർചിത്രം ഒരുപാട് വിശദീകരിക്കാനുണ്ട്. പക്ഷേ സാഹചര്യം അനുവദിക്കാത്തത് കൊണ്ട് ആ മേഖലയിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല. പ്രിയമുള്ളവരെ, നമുക്കറിയാം, അന്യ പ്രദേശങ്ങളിലൊക്കെ, വയനാടടക്കമുള്ള അല്ലെങ്കിൽ കേരളത്തിൽ പ്രകൃതി ദുരന്തങ്ങൾ സംഹാര താണ്ഡവമാടിയ പ്രദേശങ്ങളിലൊക്കെ നാം ദിനേന പത്രദ്വാരകളിലും TV ചാനലുകളിലും ആർത്ത അട്ടഹാസങ്ങൾ മുഴക്കുന്ന മാതാപിതാക്കളെ നാം കണ്ടിട്ടുണ്ട്. കുഞ്ഞു വൈതലയും എടുത്തുകൊണ്ട് വനാന്തരങ്ങളിലേക്ക് കടന്നു ചെന്ന് കാട്ടാനകളുടെ മുന്നിൽ അകപ്പെട്ട വയോവൃദ്ധകളുടെ ദീനരോധനം നാം പത്രദ്വാരായും മാധ്യമങ്ങളിലൂടെയും കണ്ടവരാണ്. പക്ഷേ അതുക്കും മേലെ ജലമുയർന്ന ഒരു പ്രദേശത്ത് ഒരു അർത്ഥനാദമോ ഒരു അട്ടഹാസമോ ഒരു നിലവിളിയോ ഒരു ദുരിതാശ്വാസ ക്യാമ്പുകളോ ഒരു സർക്കാർ സംവിധാനങ്ങളുടെ ക്രിയാത്മകമായ ഇടപെടലുകളോ ആവശ്യം വന്നില്ല എന്നത് അക്ഷരാർത്ഥത്തിൽ ഈ നാടിനെ കുറിച്ച് മനസ്സിലാക്കുന്ന ആളുകൾക്കൊരു ഗുണപാഠമാണ്. നമുക്കറിയാം, കഴിഞ്ഞ പ്രളയ ദിനത്തിൽ അന്ന് രാത്രി 11:30 മണിയോടുകൂടി ഏറ്റവും അധികം പ്രളയം ബാധിച്ച ഒരു പ്രദേശമാണ് ഈ ഈരാറ്റുപേട്ട താഴത്ത് നടക്കൽ പ്രദേശം. എന്റെ ജീവിതോപാധിയായ ഞാനടക്കമുള്ള 10-20ഓളം വ്യാപാരികളുടെ സ്ഥാപനങ്ങൾ മുച്ചൂടും മൂടിപ്പോവുകയും അതോടൊപ്പം തന്നെ എന്റെ ഉത്തരവാദിത്വത്തിലുള്ള ഈരാറ്റുപേട്ട മസ്ജിദുൽ മുബാറക്കിന്റെ ഒരു നില മൂടിപ്പോവുകയും ചെയ്ത സാഹചര്യമുണ്ട്. അതിന് സമീപത്തായി ഞാൻ താമസിക്കുന്ന എന്റെ വീട്ടിൽ എന്റെ പ്രിയപ്പെട്ട സഹധർമ്മിണി അരയ്ക്കൊപ്പം വെള്ളത്തിൽ നിൽക്കുമ്പോഴാണ് ഞാൻ എന്റെ ഭവനത്തിലേക്ക് കടന്നു ചെല്ലുന്നത്. പക്ഷേ നീണ്ട 50 വർഷക്കാലത്തെ പരിജ്ഞാനം മീനച്ചിലാറുമായി അത്രയേറെ അദമ്യമായ ബന്ധമുള്ള ഞാൻ ഒരു വേള നിസ്സംഗനായി നിന്നു. കാരണം എന്റെ പ്രിയപ്പെട്ടവളോട് ഞാൻ പറഞ്ഞു, ഇതിലും മുകളിൽ ഇനി വെള്ളം കയറില്ല, 100% ഉറപ്പാണ്. ഒരു നില വീട്ടിൽ താമസിക്കുന്ന എനിക്ക് എന്റെ സാധന സാമഗ്രികൾ മാറ്റിവെക്കുവാൻ പറ്റുന്നിടത്തൊക്കെ ഞാൻ മാറ്റിവെച്ചിട്ടും പക്ഷേ ആ പ്രളയജലം എന്റെ പ്രിയപ്പെട്ടവളുടെ തലയ്ക്ക് മുകളിൽ വന്നപ്പോൾ എനിക്ക് വീടിന്റെ കട്ടളയിൽ നിന്നും പുറത്തേക്ക് കടക്കുവാൻ വയ്യാത്ത ഒരു സാഹചര്യം ഉണ്ടായപ്പോൾ, ജനലുകളും വാതിലുകളും നിലയില്ലാ കയത്തിൽ അടഞ്ഞു പോയപ്പോൾ എനിക്ക് രക്ഷകരായി എത്തിയത് എന്റെ പ്രിയപ്പെട്ട ഈരാറ്റുപേട്ടയിലെ റെസ്ക്യൂ സംവിധാനങ്ങളാണ്. സർക്കാർ സംവിധാനങ്ങൾ പകച്ചു നിൽക്കുകയാണ്. നമുക്കറിയാം, ഈരാറ്റുപേട്ട താഴത്ത് നടക്കൽ ഒരു ഫയർഫോഴ്സിന്റെ വാഹനം വന്ന് അതിലേക്ക് ഇറങ്ങരുതെന്ന് അവരോട് പറഞ്ഞിട്ട് ആ വാഹനവുമായി ആ റോഡിലേക്ക് ഇറങ്ങി. പക്ഷേ 6ഓളം വരുന്ന ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥന്മാരും അവരുടെ വാഹനവും ആ റോഡിൽ കുടുങ്ങിക്കിടന്നുകൊണ്ട് ആ ഫയർഫോഴ്സ് വാഹനത്തിന്റെ മുകളിൽ വെള്ളമുയർന്നപ്പോൾ ആ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥന്മാരെ പോലും തോണിയിൽ രക്ഷപ്പെടുത്തുവാൻ സാധിച്ചത് ഇവിടുത്തെ നന്മക്കൂട്ടത്തിനാണ്, അതുപോലെ ടീം എമർജൻസിയുടെ പ്രവർത്തകർക്കാണ്. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലാണ് ഈരാറ്റുപേട്ടയിൽ ഈരാറ്റുപേട്ട പൗരാവലിയുടെ നേതൃത്വം നമുക്കറിയാം. കഴിഞ്ഞ 2019 പ്രളയകാലത്ത് ഈ തോട്ടുമുക്കിൽ ചെറുതായി ആരംഭിച്ച അല്ലമീൻ യൂസഫിന്റെയും സലിയുടെയും നമ്മുടെ പ്രിയങ്കരനായ അനസ് വെള്ളൂപ്പറമ്പിലിന്റെയും പരിക്കുട്ടി മേത്തരുടെയും ഹിലാൽ വെള്ളൂപ്പറമ്പിലിന്റെയും ഒക്കെ നേതൃത്വത്തിൽ വിഭവ സമാഹരണം നടത്തിക്കൊണ്ട് തുടങ്ങിയ ഒരു പരിപാടി അത് അക്ഷരാർത്ഥത്തിൽ ഈരാറ്റുപേട്ടയുടെ പൊതു സംവിധാനമായി ഇന്ന് മാറി. ഈരാറ്റുപേട്ടയിൽ വിവേചനമില്ലാതെ, ഈരാറ്റുപേട്ടയുടെ വെള്ളം കയറിയ പ്രാന്തപ്രദേശങ്ങളിൽ വിവേചനമില്ലാതെ കൃത്യമായി സാധനങ്ങൾ സാമഗ്രികൾ എത്തിച്ചു കൊടുക്കുവാൻ ഈ ഒരു സംവിധാനത്തിന് മാത്രമേ സാധ്യമാവൂ. മറ്റുള്ളവർ ചെയ്തില്ല എന്നല്ല പറയുന്നത്, അതിനൊക്കെ ഒരു വ്യവസ്ഥാപിതമായ മാർഗമില്ലാത്തത് കൊണ്ട് ഏറ്റവും ആധികാരികമായി ഈ പൗരാവലിയുടെ നേതൃത്വത്തിൽ, നഗരസഭയുടെ നേതൃത്വത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രോഗ്രാമിലാണ് ഞാനും നിങ്ങളും. പക്ഷേ സമയം അധികരിച്ചെങ്കിലും ചില കാര്യങ്ങൾ എനിക്ക് പറയാതെ വയ്യ. ഈരാറ്റുപേട്ടയുടെ മുനിസിപ്പൽ ചെയർമാൻ അഡ്വക്കേറ്റ് VP നാസർ, നമുക്കറിയാം, അദ്ദേഹം ആ പാതിരാവിന്റെ അന്ത്യയാമങ്ങളിൽ വെള്ളം കയറി നിൽക്കുമ്പോൾ
ഞാൻ അദ്ദേഹത്തെ ഫോണിൽ ബന്ധപ്പെട്ടു. അദ്ദേഹം ഉടനെ കോട്ടയം SP അടക്കമുള്ള ഉന്നത ഉദ്യോഗസ്ഥരുമായി സംസാരിച്ചു കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് ഞാൻ വിളിക്കുന്നത്. വടയാറെ, നീ വിഷമിക്കേണ്ട, എത്രയും വേഗം അതിനുള്ള സംവിധാനങ്ങൾ ഈരാറ്റുപേട്ടയിൽ ഒരുക്കി തരുമെന്ന് ആണയിട്ട് പറഞ്ഞുകൊണ്ട് അദ്ദേഹം കർമ്മരംഗത്തേക്ക് ഇറങ്ങുകയാണ്. ഇന്ന് ഈ സമയം വരെ അദ്ദേഹം രാത്രിയുടെ അന്ത്യയാമങ്ങളിൽ നമുക്കറിയാം എല്ലാ ദിവസവും രാത്രിയിൽ ഓഫീസിൽ വരികയും ഏതാണ്ട് 12 മണി 1 മണി സമയത്താണ് ഞങ്ങൾ വീട്ടിലേക്ക് പോകുന്നത്. അതുവരെ ഈ പൗരാവലിയുടെ പ്രവർത്തനങ്ങളുമായി സഹകരിച്ചുകൊണ്ട് ഈ നാട്ടിൽ വേദന അനുഭവിക്കുന്ന മനുഷ്യരുടെ പ്രയാസങ്ങൾക്ക് പരിഹാരം കാണുവാൻ അദ്ദേഹം മുൻപന്തിയിലുണ്ട്. അതുപോലെ കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ പ്രവർത്തനം നമുക്കറിയാം. ഈരാറ്റുപേട്ടയിൽ ഓണം വിപണി ലക്ഷ്യമിട്ടുകൊണ്ട് ലക്ഷക്കണക്കിന് രൂപ ഭാര്യയുടെ സ്വർണം പോലും പണയപ്പെടുത്തി അല്ലെങ്കിൽ ബ്ലേഡ് ബാങ്കുകളിൽ നിന്നും ലോൺ എടുത്തുകൊണ്ട് ഓണം വിപണി ലക്ഷ്യമാക്കിക്കൊണ്ട് ലക്ഷക്കണക്കിന് രൂപയുടെ പർച്ചേസ് ചെയ്തിരുന്ന പാവപ്പെട്ട വ്യാപാരികൾ ഒരു രാത്രി കൊണ്ട് രായസിന്റെ സമ്പാദ്യം മുഴുവൻ തകർന്നു പോയപ്പോൾ നിസ്സംഗതയോടെ കണ്ണീരൊഴുക്കിക്കൊണ്ട് നിന്നപ്പോൾ, സാരമില്ല മക്കളെ, നിങ്ങൾക്ക് വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ കീഴിൽ നിങ്ങൾക്ക് അർഹമായ സാമ്പത്തിക സഹായം നൽകുമെന്ന് ആണയിട്ട് പ്രഖ്യാപിച്ചുകൊണ്ട് അതിനുവേണ്ടി രംഗത്ത് വന്ന ബഹുമാന്യനായ വ്യാപാരി സുഹൃത്തുക്കളെ നമുക്ക് മറക്കാൻ സാധ്യമല്ല. അങ്ങനെ ഈരാറ്റുപേട്ടയുടെ മുഴുവൻ ജനങ്ങളും ദക്ഷിണ കേരള ജംഇയ്യത്തിലുള്ള അടക്കമുള്ള പണ്ഡിത സംഘടനകൾ മദ്രസയിൽ മുട്ടോളം ചെളികേറി മൂടിയപ്പോഴും ആ ലജ്നത്തുൽ മുഅല്ലിമീന്റെ അല്ലെങ്കിൽ ദക്ഷിണ കേരള ജംഇയ്യത്തുൽ ഉലമയുടെ പ്രിയപ്പെട്ട പണ്ഡിതന്മാർ വന്ന് മദ്രസയും പള്ളിയും കഴുകി വൃത്തിയാക്കുന്നത് ഒരുപക്ഷെ ബഹുമാന്യനായ സുബൈർ മൗലവി സൂചിപ്പിച്ചതുപോലെ എനിക്കും ഒരുപക്ഷെ നിങ്ങൾക്കും അവരാണെന്ന് മനസ്സിലാക്കാൻ സാധിച്ചിരുന്നില്ല. പിന്നീട് അവർ കർമ്മരംഗത്തേക്ക് സടകുടഞ്ഞെഴുന്നേറ്റുകൊണ്ട് എന്നു വേണ്ട ഈ പ്രദേശത്തിന്റെ മുഴുവൻ പ്രവർത്തനങ്ങൾക്കും 28 കൗൺസിലർമാരുടെ അടക്കമുള്ള ആളുകൾ ആത്മാർത്ഥമായി പണിയെടുത്തതുകൊണ്ട് ഈ നാട് കരകയറുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇനി നമുക്ക് വേണ്ടത് അവരുടെ പുനരധിവാസമാണ്. കിടക്കാൻ കിടക്കാടമില്ലാത്ത നൂറുകണക്കിന് മനുഷ്യർ, അടുക്കളയിൽ പുകയ്ക്കുവാൻ ഗ്യാസ് സ്റ്റൗ അടക്കമുള്ള നൂറുകണക്കിന് സാധന സാമഗ്രികൾ നഷ്ടപ്പെട്ട മനുഷ്യർ, ആധാരവും ഐഡന്റിറ്റി കാർഡും തിരിച്ചറിയൽ രേഖകളും നഷ്ടപ്പെട്ട് എല്ലാം തകർന്ന മനുഷ്യർ, ആ മനുഷ്യർ കരയാതിരിക്കുന്നത് എന്റെ നാട് ഈരാറ്റുപേട്ടയായതുകൊണ്ടാണെന്നുള്ള സ്വത്വബോധത്തിൽ നിന്നുകൊണ്ട് ഞാൻ ഈ പ്രിയപ്പെട്ടവരോട് ഈ വലിയൊരു പ്രവർത്തനം, ഏതാണ്ട് 40 ലക്ഷം രൂപയുടെ പ്രവർത്തനം, ഈ നമുക്കറിയാം ഈരാറ്റുപേട്ടയെ സംബന്ധിച്ചിടത്തോളം സ്വയപ്രയത്നം കൊണ്ട് ഉയർന്നു വന്ന നൂറുകണക്കിന് വ്യാപാരികൾ അവരുടെ ഒരു വിഹിതം ഈ ഫണ്ടിലേക്ക് കളക്ട് ചെയ്തുകൊണ്ട് ഇനിയും തരാമെന്ന് പറഞ്ഞുകൊണ്ട് ഈ 10 ലക്ഷം രൂപ തന്ന സുഹൃത്തുണ്ട്, 5 ലക്ഷം രൂപ തന്ന സുഹൃത്തുക്കളുണ്ട്, 50 ലക്ഷം രൂപ തന്ന വ്യവസായ പ്രമുഖരുണ്ട്, 1000 രൂപ തന്ന കൂലിപ്പണിക്കാരുണ്ട്, 500 രൂപ തന്ന വീട്ടമ്മമാരുണ്ട്. അങ്ങനെ അളവറ്റ പ്രവർത്തനങ്ങളുമായി ഈരാറ്റുപേട്ട മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. ഇത്തരുണത്തിൽ ഈ മഹത്തായ സംവിധാനത്തിന് എല്ലാവിധമായ ആശംസകളും അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.